നമസ്കാരം. ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത്. നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം, സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ 27 നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ഉള്ളത്. ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ. നിരയന ജ്യോതിഷമെന്നും പറയും. നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺചിമ്മി തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് 13.25 ഡിഗ്രി, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 13.33 ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് 360 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ 30 ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി, അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശി മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ 12 രാശികൾ, 30 ഡിഗ്രി അളവ് വീതമുള്ള 12 രാശികൾ ചേരുമ്പോൾ ഒരു രാശിചക്രം, വൃത്താകൃതിയിലുള്ള ഒരു രാശിചക്രം പൂർത്തിയാകും. ഇത് കൂടാതെ 360 ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ 27 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും 13.33 അളവുള്ള ഒരു മേഖലയായിട്ട് വരും. ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ്, താരാപഥങ്ങളുടെ വ്യൂഹം, അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ 13.33 ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ്. ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാൻ എടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ. അത് ശരാശരി 60 നാഴിക അഥവാ 24 മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത്. ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത്. പൂയം നാളുകാർ ജനിക്കുന്നത് ശനിദശയിലാണ്. ആകെ 19 വർഷമുള്ള ശനിയിൽ ഈ നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക പിന്നിട്ടപ്പോഴാണ് ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് ജനനശിഷ്ടം എത്ര വർഷമുണ്ട് എന്ന് തീരുമാനിക്കപ്പെടും. എന്തായാലും ശൈശവം, ബാല്യമെല്ലാം ശനിയിലൂടെ തന്നെയാണ് കടന്നു പോവുക. പൊതുവെ പലതരത്തിലുള്ളതായ അസ്വസ്ഥതകളോ ക്ലേശങ്ങളോ ഒക്കെ ഈ കുട്ടിക്കോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ വരാം. എന്നാൽ ജന്മരാശിയിൽ ശനി നല്ല നിലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അപൂർവമായ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇതുകൊണ്ട് വരികയും ചെയ്യും. ബാല്യത്തിൻ്റെ മധ്യം മുതൽ യൗവന മധ്യം വരെ
17 വർഷക്കാലം എന്ന് പറയുന്നത് ബുധദശയാണ്. തുടർന്ന് ഈ ബുധദശാകാലത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളെല്ലാം വന്നു ചേരുക. വിദ്യാഭ്യാസം ബുധൻ്റെ കാലത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല വിദ്യാഗുണം, കാര്യപ്രാപ്തി, വിദ്യാഭ്യാസത്തിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കുക, ഉന്നതമായ വിദ്യാഗുണം കൈവരിക്കുക, വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുക, ഇതിനെല്ലാമുള്ള ഒരു അവസരം ആ കാലഘട്ടത്തിലുണ്ടാകും. ഈ ബുധദശാകാലം യൗവന മധ്യം കഴിഞ്ഞാൽ തുടർന്ന് ഒരു 7 വർഷക്കാലം കേതുദശയാണ്. അത് യൗവന മധ്യത്തിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു 7 വർഷക്കാലമാണ്. അത്ര നല്ലതായിരിക്കുകയില്ല. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം, മാനസിക അസ്വസ്ഥതകൾ, ആരോഗ്യപരമായ പ്രയാസങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധാജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു പോയാൽ ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനൊരവസരമുണ്ടാകും. തുടർന്ന് വരുന്ന 20 വർഷക്കാലം യൗവന മധ്യത്തിന് ശേഷം, യൗവനത്തിൻ്റെ അവസാന ഘട്ടം മുതൽ മധ്യപ്രായത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത് വരെയുള്ളതായ ഏകദേശം 20 വർഷക്കാലം ശുക്രദശയാണ്. ഇത് പൊതുവെ അനുകൂലമായിരിക്കും. സാമ്പത്തിക പുരോഗതി, ഗൃഹം, വാഹനം, കുടുംബത്തിന് ശാശ്വതമായിട്ടുള്ള പലവിധ നേട്ടങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള പുരോഗതി, സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷം, അവരെ കൊണ്ടുള്ള അനുഭവ ഗുണം, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നതാണ്. പിന്നീട് 6 വർഷം ആദിത്യനും തുടർന്ന് 10 വർഷം ചന്ദ്രനുമാണ്. പൂയനാളുകാരുടെ ജന്മനക്ഷത്ര രത്നം ഇന്ദ്രനീലം, യെല്ലോ സഫയർ എന്ന് പറയും. മറ്റ് കല്ലുകൾ ദശാകാലങ്ങൾക്കനുസരിച്ച് വേണമെങ്കിൽ ഇടാം. സ്വന്തം ജന്മ സമയമനുസരിച്ചുള്ള ഗ്രഹനില തയ്യാറാക്കിച്ച് അതിൻ പ്രകാരം വസ്തുതകൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക.